നമസ്കാരം, എല്ലാവർക്കും കുമാർ കണക്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ വരുന്ന ശനി അല്ലെങ്കിൽ വ്യാഴം രണ്ടും കൂടി ചേർന്നുള്ള ഒരു ഫലമാണല്ലോ 2025. കാരണം 2.5 വർഷം കൂടുമ്പോഴാണ് ശനി രാശി മാറുന്നത്. അങ്ങനെ 2.5 വർഷം കഴിഞ്ഞ് വരുന്ന ശനി ഈ മാർച്ച് 29 രാശി മാറുവാണ്. കൂടാതെ വ്യാഴവും മെയ്യിൽ മാറുവാണ്. അപ്പോൾ ഈ ഒരു വ്യാഴത്തിന്റെയും ശനിയുടെയും മാറ്റം, അത്യപൂർവമായിട്ടുള്ള ഒരു മാറ്റം പല രാശിക്കാർക്കും പല രീതിയിൽ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരും. അതിൽ ചില രാശിക്കാർക്ക് സർവ്വസമ്പന്ന സമൃദ്ധി ഐശ്വര്യം ഒക്കെ ഉണ്ടാകുന്ന ഒരു യോഗം കൊണ്ടുവരും. അങ്ങനെ വരുന്ന ഒരു രാശിയാണ് കുംഭൻ രാശി. ഞാൻ നേരത്തെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. ശനിക്ക് മാത്രമായിട്ടൊരു വീഡിയോയും വ്യാഴത്തിന് മാത്രമായിട്ടൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പലരുടെയും അഭിപ്രായ പ്രകാരം ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റങ്ങൾ കൂടിച്ചേർന്നുള്ള ഒരു ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും സൗഭാഗ്യം അനുഭവിക്കാൻ പോകുന്ന 3 രാശിക്കാരുണ്ട്. അതിലൊരു രാശിയാണ് കുംഭൻ രാശിക്കാരെന്ന് പറയുന്നത്. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകളായിട്ട് ഇവരുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കാതെ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു കുലയിൽ തുടരാകുമ്പോൾ താഴെ പോകുന്ന അവസ്ഥ എന്നൊക്കെ പറയാം. അടുത്തെത്തിയിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യാഴവും അവർക്ക് അത്ര അനുകൂലമായിരുന്നില്ല, ശനിയും ഒന്നും അനുകൂലമായിരുന്നില്ല. എന്നിരുന്നാലും ഈ വരാൻ പോകുന്ന 2025 മെയ് 29 നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ വരുന്ന ആ ഒരു ശനി മാറ്റം ഇവരുടെ ജീവിതത്തിൽ നല്ലൊരു വെളിച്ചം തന്നെ കൊണ്ടുവരും. കാരണം ആ ശനി 2ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 2ാം ഭാവം എന്ന് പറയുന്നത് ധനസ്ഥാനം കൂടിയാണ്. അപ്പോൾ ഈ ഒരു 12ാം ഭാവാദിനം കൂടെ ശനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാം. കുറച്ച് നാളുകളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും മാറി ജീവിതത്തിൽ ഒരു നല്ല മാറ്റം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പോകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. കൂടാതെ ഈ ഒരു ശനി 4, 8, 11 ഭാവങ്ങളിൽ കൂടെ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യപരമായിട്ട് കുറച്ച് നാളുകളായിട്ട് പ്രശ്നങ്ങൾ അലട്ടിയിരുന്നവർക്കൊക്കെ ആരോഗ്യപരമായിട്ട് കുറച്ച് മെച്ചപ്പെടാൻ സാധ്യതകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ആരോഗ്യത്തിലൊക്കെ മെച്ചപ്പെടാം. അവരുടെ ആരോഗ്യം മോശമായത് മൂലം കുടുംബത്തിലുണ്ടായിരുന്ന ആ ഒരു സമാധാനക്കുറവൊക്കെ മാറിപ്പോയി അവിടെ ഒരു ഐശ്വര്യമൊക്കെ വരും, ഒരു സമാധാനമൊക്കെ വരും. കൂടാതെ ട്രാൻസ്ഫർ ആയി പോയിട്ടുള്ള ആളുകൾക്ക് തിരിച്ച് നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ജോലി നഷ്ടപ്പെട്ട് നിന്നവർക്ക് ഒന്ന് കരകയറാനൊക്കെ പറ്റിയൊരു സമയമാണ് വരുന്നത്. കൂടാതെ 11ാം ഭാവം എന്ന് പറയുന്നത് സർവാഭിഷ്ട സ്ഥാനമാണ്. അതിലേക്കും കൂടി ആ ശനിയുടെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് ആ ഒരു ഭാവം കൂടി, ആ ഭാവത്തിന്റെ മേന്മയും കൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 11ാം ഭാവത്തിന്റെ ഒരു ഫലം കൂടി നിങ്ങൾക്ക് കിട്ടും. കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഐശ്വര്യം ഉണ്ടാവും. നിങ്ങൾ പങ്കാളിയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളൊക്കെ തീർത്ത് വളരെ രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ്. കൂടാതെ മെയ് 14 മാറുന്ന ഒരു വ്യാഴമാറ്റവും നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലമാണ് തരാൻ പോകുന്നത്. ആ 1.5 മാസം കൊണ്ട് നിങ്ങൾ കാത്തു നിൽക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം വരുന്ന കാലഘട്ടമാണ്. കാരണം 5ാം ഭാവം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ഏറ്റവും നല്ലൊരു ഭാവമാണ്. വ്യാഴം ചാരവശ 2, 5, 7, 9 ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുന്നത്. കുറച്ച് നാളുകളായിട്ട് വ്യാഴം 4ാം ഭാവത്തിലായിരുന്നു നിങ്ങൾക്ക്. അപ്പം ആ ഒരു വ്യാഴത്തിന്റെ മാറ്റവും ശനിയുടെ മാറ്റവും തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. പ്രത്യേകിച്ച് 9ാം ഭാവത്തിലേക്കും കൂടെ ദൃഷ്ടിയുള്ള വ്യാഴം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും. നിങ്ങൾ അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങളൊക്കെ ഉണ്ടാവും. വിദേശത്ത് ജോലി ചെയ്യാൻ താല്പര്യപ്പെട്ടവർക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാവും. കുട്ടികൾക്ക് വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ആ കുട്ടികൾ മൂലം സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ കുട്ടികൾക്ക് ഏത് കാര്യത്തിന് ശ്രമിച്ചാലും വിജയിക്കുന്ന ഒരവസ്ഥ, ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ദൃഷ്ടിയിൽ കാണാൻ പോകുന്ന ഒരു സമയമാണ് ഈ ഒരു മാർച്ച് 29 കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശനിമാറ്റവും വ്യാഴമാറ്റവും കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. വളരെ ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യം കൊണ്ടുവരാൻ സാധിക്കും. പ്രത്യേകിച്ച് ശനി 30 വർഷങ്ങൾക്ക് ശേഷമാണ് മീനൻ രാശിയിലേക്കും കൂടെ മാറുന്നത്. മീനം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ ഈ മീനൻ രാശിയിലേക്ക് മാറുന്ന ശനി അത്ര കണ്ട് ആർക്കും ദോഷം ചെയ്യില്ല. അപ്പോൾ ശനി, ഏഴര ശനി, കണ്ടക ശനിയൊക്കെ ഉള്ളവർക്കും അത്ര കണ്ട് ദോഷം ചെയ്യില്ല. അപ്പോൾ ഈ ശനി മീനൻ രാശിയിലേക്കും കൂടെ മാറുമ്പോൾ അത് അനുകൂലമായി ഇരിക്കുന്നവർക്ക് എത്ര നല്ല ഫലങ്ങൾ കിട്ടുമെന്ന് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. വ്യാഴവും അനുകൂലമായി നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ എല്ലാ തരത്തിലും
ഈ ഒരു സമയം വളരെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് കുംഭൻ രാശിക്കാരോട് പറയാനുള്ളത്.